പ്രവിധാനം ടൗണ്, അതായത് പാലാ തൊടുപുഴ റോട്ടില് പ്രവിധാനം ടൗണിന് സമീപത്തായിട്ട് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ നിൽക്കുന്ന നല്ലൊരു വീട്, 12 സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന 2100 സ്ക്വയർ ഫീറ്റോളമുള്ള ഏകദേശം 1.5 വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക്. അത് നല്ല എല്ലാ കൺസ്ട്രക്ഷനും നല്ല സൂപ്പറായിട്ട് പക്കയായിട്ട് ചെയ്ത് ഒരാൾ താമസിക്കാൻ വേണ്ടി പണിത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിൽപ്പനയ്ക്ക്. ആ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ ഇത് ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ പഞ്ചായത്ത് റോഡിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്നു. ഈ വീടിൻ്റെ ലൊക്കേഷൻ അതിമനോഹരമായൊരു ലൊക്കേഷനാണ്. കാരണം ഇത് സ്ഥിതി ചെയ്യുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തോളം വന്നു കഴിയുമ്പോൾ പ്രവിധാനം എന്ന് പറയുന്ന ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണിത്. ഏകദേശം ഒരു 1.5 വർഷത്തോളമായി പണി കഴിപ്പിക്കപ്പെട്ടിട്ട് 1.5 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അവർക്ക് മറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങളാൽ മാറേണ്ടത് കൊണ്ട് മാറി താമസിക്കുവാനായിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിത്ത് ഫുൾ ഫർണിഷ്ഡോടുകൂടി നമുക്ക് ഈ വീട് വിൽക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഈ വീട് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. 12.5 സെൻറ്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റ് വീടാണ്. അത്യാവശ്യം വൃക്ഷലതാദികളൊക്കെ അവർ ഈ സ്ഥലത്തിനകത്ത് നല്ല രീതിയിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തെങ്ങുണ്ട്, പ്ലാവുണ്ട്, അതുപോലെ മാവുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല പല വൃക്ഷലതാദികളാൽ നിർമ്മിതമായ നല്ല ഒരു ഏരിയ ആയിട്ട് സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. അടിപൊളി ലൊക്കേഷനാണ്. ടൗണിലൂടെ വാഹനങ്ങൾ പോകുന്നത് വീട്ടിലിരുന്നേ കാണാം. അതായത് പാലാ തൊടുപുഴ ഹൈവേയിലൂടെ വാഹനങ്ങൾ പോകുന്നത് ഈ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന രീതിയിൽ അത്രയും അടുത്ത് തന്നെയാണ്. ഇതിനകത്ത് ഫുൾ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ വിത്ത് AC സഹിതമുണ്ട്. അപ്പോൾ അങ്ങനെ AC സഹിതം മുഴുവൻ ഫർണിച്ചറോടും കൂടി നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് 1,05,00,000 രൂപയാണ്. ഫർണിച്ചർ വേണമെന്നുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ അവർ ഫർണിച്ചറോട് കൊണ്ടുപോയിക്കോളും. അത് ആ 2 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാവുന്നതാണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന കേരള തനിമയോടുകൂടി താമസിക്കുവാനായിട്ട് പണിത് താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഉണ്ട്, കൂൾ ബാറുണ്ട്, കോഫി ബാറുണ്ട്, അതുപോലെ തന്നെ പല സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ഹോസ്പിറ്റല്, അതുപോലെ തന്നെ സ്റ്റേഷനറി കടകൾ, ഇരുമ്പ് കടകൾ, പ്ലംബിംഗ് വയറിംഗ് ഐറ്റംസ് എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, ATM കൗണ്ടറുകൾ, പെട്രോൾ പമ്പ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും 100 മീറ്റർ ചുറ്റളവിലാണ് നമുക്ക് ലഭിക്കുക. അത്രയ്ക്കും മനോഹരമായൊരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുക. കാരണം എല്ലാ സൗകര്യങ്ങളും ഒരു വിരൽത്തുമ്പിനുള്ളിൽ കിട്ടുക എന്ന് പറയില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് കടയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാല പഞ്ചസാര എന്ത് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട, കടയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ട്. അത്രയും സൗകര്യപ്രദമാണ്. ഇവിടെ നമ്മൾ നേരെ വീട് തുറന്ന് അകത്തേക്ക് കയറി മുഴുവൻ തേക്കും തടിയൊക്കെ ഇട്ട് പണിതിരിക്കുന്ന ജനൽപ്പാളികളെല്ലാം നമ്മൾ കണ്ടായിരുന്നു ചുറ്റുവട്ടം നടന്നപ്പോൾ. അവിടുന്ന് നമ്മൾ നേരെ മെയിൻ ഡോർ തുറന്ന് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് കയറി നമ്മൾ നല്ല സോഫ സെറ്റ് കാര്യങ്ങൾ എല്ലാം കൊണ്ട് നല്ലൊരു രൂപക്കൂട് കാണാം. നല്ല വലിപ്പമുള്ള ഒരു ഹോളാണിത്, സ്വീകരണ മുറിയാണിത്. അതുപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അവിടെ സോഫ സെറ്റ് കാര്യങ്ങൾ എല്ലാ ഫർണിച്ചറും അവിടെ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുന്നത് നമ്മുടെ നേരെ ഡൈനിങ് ഹാളിലേക്കാണ്. അവിടെ ഒരു വാഷ് കൗണ്ടർ, മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ്. അപ്പോൾ ഈ സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആയിട്ടൊന്നുമില്ല, റൂഫ് വർക്കിനകത്തേക്ക് കയറാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂമിനകത്തേക്കാണ് കയറിയത്. ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. AC വെച്ചിട്ടുണ്ട്, AC സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു TV യൂണിറ്റിൻ്റെ പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്.
കബോർഡുകൾ കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ നമ്മൾ കണ്ട സ്വീകരണ മുറിയാണ്. ഇവിടെയാണ് ഡൈനിങ് ഹാള് വരുന്നത്. ഡൈനിങ് ഹാൾ ഇവിടെ വരുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല ഒരു കോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത് കാണാം. അവിടെ നമ്മൾ ഇതിനപ്പുറത്തായിട്ട് നല്ലൊരു പ്രെയർ റൂമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു റൂം, ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ആണ്. ഇത് നല്ലൊരു ഫാമിലി ലിവിങ് ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുക. പക്ഷേ എനിക്ക് തോന്നി ഒരു പ്രെയർ റൂമായിട്ട് വേണം സെറ്റ് ചെയ്യാം എന്നെനിക്ക് തോന്നി. നല്ല ഒതുങ്ങിയുള്ളൊരു മേഖലയിൽ ആ ഒരു കണ്ടീഷനിൽ നല്ല ഒരു ചെറിയ റൂം, അതൊരു ഫാമിലി ലിവിങ് ആയിട്ട് ഉപയോഗിക്കുന്നു. മുകളിലോട്ട് കയറാൻ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അകത്തോട്ട് സ്റ്റെയർ കേസ് ഉള്ള കാരണം ഇനി 4, 5, 6 റൂം വേണമെന്നുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുക. എല്ലാം ഏറ്റവും മനോഹരമായിട്ട് തേക്കിൻ തടി ഉപയോഗിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്ത് തീർത്തിട്ടിരിക്കുന്ന വീടാണ് ഇവിടുന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കർട്ടന് കാര്യങ്ങൾ ഫർണിച്ചർ എല്ലാം ഉണ്ട്. കബോർഡ് വർക്കുകളുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണിത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നൊരു വീടാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ തോന്നിയത്. അവിടുന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അപ്പോൾ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കബോർഡുകളുണ്ട്. AC ചെയ്തിട്ടുണ്ട്. അതുപോലെ കബോർഡുകളുണ്ട്. ടൗൺഷിപ്പുമായിട്ട് ഏറ്റവും അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ടൗൺഷിപ്പ് ഇത്ര അടുത്ത് കിട്ടുന്ന ടൗൺഷിപ്പ് വേറെ ഇല്ല. അത്രയും സൗകര്യപ്രദമാണ്. ഹോസ്പിറ്റലൊക്കെ തൊട്ടടുത്ത് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവരെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രായമുള്ളവരല്ല, കുട്ടികളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാനൊക്കെ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ്. എത്രയും സൗകര്യപ്രദമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ള മേഖലയാണ്. അപ്പോൾ കാരണം ടൗണായിട്ട് ഇത്രയും അടുത്ത് ഒന്നാമത് പ്രവിത്താനം എന്ന് പറയുന്ന സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ളൊരു മേഖലയാണ്. പ്രവിത്താനം ഏരിയയ്ക്ക് നല്ല മാർക്കറ്റുണ്ട്. ടൗണിൽ താമസിച്ചിരുന്ന പല ടൗണിലുള്ളവർ പോലും, തൊടുപുഴ ടൗണിൽ താമസിച്ചിരുന്നവർ പോലും പ്രവിത്താനം ടൗണിലേക്ക് മാറിയിട്ടുണ്ട്. സിനിമാ താരത്തിൻ്റെയൊക്കെ വീട് ടൗണിൽ നിന്നും അവർ മേടിച്ചു വന്നത് ഇവിടെ പ്രവിത്താനത്തേക്കാണ് സ്ഥലം മേടിച്ച് വീട് വെച്ച് വന്നത്. കാരണം അത്രയും ഒരു പ്രൈം ലൊക്കേഷനാണ് പ്രവിത്താനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ലൊക്കേഷനിൽ ആ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇതുപോലെ നമുക്കൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്ന വില ഒട്ടും കൂടുതലാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും സ്ഥലത്തിൻ്റെ മൂല്യമാണ് നമ്മളിവിടെ പറയുക. ഓരോ ലൊക്കേഷൻ ഓരോ മൂല്യമുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. കിച്ചണ്, വർക്ക് ഏരിയ, സൗകര്യങ്ങൾ, കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് എന്നതാണ് നമ്മളിവിടെ കണ്ടത്. നല്ലൊരു കിച്ചണുണ്ട്, നല്ല വർക്ക് ഏരിയ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്നുള്ളത് തന്നെ. അതിനേക്കാളെല്ലാം ഉപരി, നല്ല വീട് എന്നതിനേക്കാളും ഉപരി ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് ഏറ്റവും നമ്പർ 1 എന്നുള്ളതാണ്. അത് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമ്മൾ നേരെ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. കിച്ചനകത്തോടെ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ്.
പുറത്തേക്ക് ഇറങ്ങി നമ്മളിതാണ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് എനിക്ക് തോന്നിയത് ഇവിടെ നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സൈഡിലുള്ള മുറ്റം ഒന്നുകൂടി കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ വീണ്ടും അകത്ത് കയറി സ്റ്റെയർ കേസിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചില്ല എന്നിപ്പോഴാണ് ഓർത്തത്. അതുകൊണ്ട് നേരെ ഇനി അകത്തേക്ക് പോവുകയാണ് വീണ്ടും. ഇത് ഫ്രണ്ട് മുറ്റം സൗകര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് പോവുകയാണ്. അകത്ത് കയറി സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലെ റൂഫ് വർക്കൊന്നും കണ്ടില്ല, അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് മീനച്ചിൽ ഹോംസിൻ്റെ ഓരോ പ്രചോദനവും എന്ന് നമ്മൾ എടുത്ത് പറയട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് കയറി കിച്ചൻ്റെ സമീപത്തോടെ വേണമെങ്കിൽ സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലോട്ട് കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു റൂഫ് വർക്കാണ് കാണുന്നത്. ആ റൂഫ് വർക്ക് കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.